നമസ്കാരം. കഴിഞ്ഞ 20-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പാലത്തായി കേസിലെ പ്രതി പത്മരാജന് ജാമ്യം അനുവദിച്ചതിന് ശേഷം 23-ാം തീയതി നമ്മുടെ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു വീഡിയോ ചെയ്തിരുന്നു. പാലത്തായി പറയാൻ പറ്റുന്നത് ആഘോഷ കമ്മിറ്റിക്കാർ അടങ്ങണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ്. അതിൽ അദ്ദേഹം പറയുന്നത് കേരള ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഒരു നിരീക്ഷണം കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത് എന്നും പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഒരു കണ്ടെത്തൽ അല്ല എന്നും കൂടാതെ പത്മരാജന് കോടതി ജാമ്യം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിട്ടില്ല എന്നും ഉള്ള ഒരു സാങ്കേതികത്വവും ആണ് അദ്ദേഹം പറയുന്നത്. പത്മരാജന് ജാമ്യം മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നും അദ്ദേഹത്തെ കോടതി അന്തിമമായി നിരപരാധിയായി കണ്ടെത്തിയിട്ടില്ല എന്നും ഇവിടെ ആർക്കാണ് അറിയാത്തത്? ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് അഡ്വക്കേറ്റ് എ ജയശങ്കർ പത്മരാജനെ ശിക്ഷിച്ചുകൊണ്ടുള്ള ട്രയൽ കോടതി വിധി വായിച്ചിട്ടേ ഇല്ല. ഇവിടെ ഈ പത്മരാജന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി അദ്ദേഹം വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തൻ്റെ വീഡിയോയിൽ പറയുന്നും ഉണ്ട്. ഇവിടെ നമ്മുടെ മാപ്രകളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നും അവർ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്നുള്ളതാണ്. എന്നാൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ പത്രമാധ്യമങ്ങളിൽ കണ്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം എന്തിനാണ് ഒരു അഭിപ്രായം പറയുന്നത്? എന്തായാലും ഞാനും ഈ ആഘോഷ കമ്മിറ്റിയിലെ ഒരു അംഗമായതിനാൽ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ഹൈക്കോടതി വിധി പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരുന്നു. നമുക്ക് പരിശോധിക്കാം. ഹൈക്കോടതി പത്മരാജനെതിരെയുള്ള കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം പത്രമാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ സംഗതി അങ്ങനെ ആണോ? ഹൈക്കോടതി ഇത്തരം സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയുടെ കേസിൽ അയാൾക്ക് ജാമ്യം നൽകി എങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് അതിൻ്റെ ജഡ്ജിമെൻറ്റ് വായിക്കാതെ തന്നെ ഒരു അഭിഭാഷകൻ മനസ്സിലാക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ഒരു കാര്യവും ഈ അഭിഭാഷകന് ഇല്ലായിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകനാണോ എന്ന കാര്യം എനിക്കറിയില്ല. ഏതിനും ഹൈക്കോടതി മുമ്പാകെ സർക്കാരിന് വേണ്ടി പത്മരാജൻ്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അദ്ദേഹമായിരുന്നു ഹാജരായിരുന്നത് എങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രീത്പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിലെ ജഡ്ജ്മെൻറ്റ് ഒരു പ്രസിഡൻ്റായി ഹൈക്കോടതിയെ കാണിക്കുമായിരുന്നു. അതുതന്നെയാണ് ഈ കേസിൽ ഹൈക്കോടതി മുമ്പാകെ നടന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സറീന ജോർജ് ആ ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആ വിധിന്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. Unless the trial court's findings are palpably perverse, the appellate court should not suspend the sentence in cases of grave sexual abuse involving minors എന്നാണ്. ഇവിടെ പാൽപ്പബിൾ എന്ന് പറയുന്നത് സുവ്യക്തമായത് എന്നാണ്. അതുപോലെ നിയമപരമായി പെർവേഴ്സ് എന്ന് പറയുന്നത് തെളിവുകൾക്കും യുക്തിക്കും വിരുദ്ധമായ ഒരു കണ്ടെത്തൽ എന്നാണ്. അപ്പോൾ കീഴ്ക്കോടതിയുടെ ഉത്തരവ് യുക്തിക്കും തെളിവുകൾക്കും വിരുദ്ധമായ ഒന്നാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അപ്പീൽ കോടതി ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടുള്ളൂ, അയാളുടെ ശിക്ഷ മരവിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പോക്സോ കേസാണ്. ഇതിലെ അതിജീവിത ഒരു മൈനറാണ്. പ്രതിയായിരുന്ന പത്മരാജന് ട്രയൽ കോടതി വിധിച്ചത് സ്വാഭാവിക മരണം വരെയുള്ള തടവ് ശിക്ഷയാണ്, ജീവപര്യന്തം ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നിലനിൽക്കെ, അക്കാര്യം ഈ ഉത്തരവിൽ പറയുന്നുമുണ്ട്, നിലനിൽക്കെ ജാമ്യം അനുവദിച്ചു എങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്തു എങ്കിൽ അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഈ ട്രയൽ കോടതിയുടെ ഉത്തരവ് തെളിവിനും യുക്തിക്കും വിരുദ്ധമായ ഒന്നാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ എന്നാണ് എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എടുത്തു കാണിക്കുന്ന മറ്റൊരു സുപ്രധാന സുപ്രീം കോടതി വിധിയാണ് വസന്ത് തുക്കറാം പവാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ളതാണ്. അതിലെന്താണ് പറയുന്നത്? One of the essential ingredients of Section 389 is the requirement of the appellate court to record reasons in writing for order of suspension of execution of the sentence or an order of release if the accused is in confinement.
ഇവിടെ സുപ്രീം കോടതി പറയുന്നത് ഇത്തരത്തിൽ ഒരു ജാമ്യം അനുവദിക്കണം എന്നുണ്ടെങ്കിൽ ആ ജാമ്യം അനുവദിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവിൽ എടുത്തു പറയണം എന്നാണ്. അതിനർത്ഥം ജാമ്യം അനുവദിക്കുന്നതിന് മുൻപായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വളരെ ശ്രദ്ധാപൂർവം അപ്പീൽ കോടതി പഠിച്ചിരിക്കണം എന്നാണ്. അല്ലാതെ ഒരു പതിവ് കാര്യം ചെയ്യുന്നത് പോലെ ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിക്കാനുള്ളത്, പത്മരാജന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശ്രദ്ധാപൂർവം പരിഗണിച്ചു എന്നല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് അയാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതും ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചതിന് ശേഷം അയാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നതിന് മുൻപായിട്ട് അയാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതികൾ വളരെ ഉദാരമായ ഒരു സമീപനമാണ് എടുക്കുന്നത്. കാരണം എന്താണ്? ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നതുവരെ അയാളെ ഒരു നിരപരാധിയായി കണക്കാക്കണം എന്നാണ് നിയമം പറയുന്നത്. അപ്പോഴുള്ള തത്വം ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണ്. അതായത് വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ ഒരാളെ ജയിലിലേക്ക് അയക്കാവൂ. എന്നാൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് അയാളുടെ ജാമ്യ ഹർജി അപ്പീൽ കോടതി പരിഗണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കോടതി ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. അയാൾ ഒരു കുറ്റക്കാരനാണെന്നുള്ള അസംഷനോടുകൂടി മാത്രമേ, ഒരു മുൻധാരണയോടുകൂടി മാത്രമേ അയാളുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഈ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെയാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ അഡ്വക്കേറ്റ് എ ജയശങ്കർ മനസ്സിലാക്കണം. ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അവിടെ തത്വം മാറുകയാണ്. ജയിൽ ഈസ് ദ റൂൾ ആൻഡ് ബെയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നായി മാറുന്നു. അതായത് വളരെ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ജാമ്യം അനുവദിക്കാൻ പാടുള്ളൂ. കൂടാതെ വളരെ ശക്തമായതും കഴമ്പുള്ളതും കോടതിയെ ജാമ്യം നൽകാൻ നിർബന്ധിക്കുന്നതും ആയിരിക്കണം വാദങ്ങൾ. അപ്പോൾ ആ വാദങ്ങളും വസ്തുതകളും ഒക്കെ തന്നെ വളരെ ജാഗ്രതയോടെയും വളരെ ശ്രദ്ധയോടെയും കോടതി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയൂ. അതുപോലെ തന്നെ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാരണങ്ങൾ ഒന്നൊന്നായിട്ട് ആ ജാമ്യം അനുവദിക്കുന്ന ഉത്തരവിൽ എടുത്തു പറയുകയും വേണം. അപ്പോൾ ഇവിടെ എനിക്ക് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിക്കാനുള്ളത്, പത്മരാജന് ജാമ്യം അനുവദിച്ചു എങ്കിൽ അതിനർത്ഥം അയാളുടെ വാദങ്ങൾ കഴമ്പുള്ളതും ശക്തവും കോടതിയെ ജാമ്യം നൽകാൻ നിർബന്ധിക്കുന്ന ഒന്നായിരുന്നു എന്നും അതിനുള്ള കാരണങ്ങൾ ഒക്കെ തന്നെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൻ്റെ ഉത്തരവിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നും അല്ലേ? കൂടാതെ അപ്പീൽ കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ അതിനുള്ള ശക്തവും യുക്തിസഹവും നിർബന്ധിതവും ആയ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്തരവിൽ എടുത്ത് പറഞ്ഞിരിക്കണം. അപ്പീൽ കോടതി ഈ കുറ്റവാളിയെ അന്തിമമായി നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നതുവരെ അയാളെ ഒരു കുറ്റവാളി ആയി തന്നെ ആയിരിക്കണം അപ്പീൽ കോടതി പരിഗണിക്കേണ്ടത്. അതിനാൽ ഒരു അപ്പീൽ കോടതി ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ എന്താണ് ഈ കുറ്റത്തിൻ്റെ പ്രകൃതം, എങ്ങനെയാണ് ഈ കുറ്റം നടത്തിയത്, ആ കുറ്റത്തിൻ്റെ തീവ്രത എന്താണ്, ആ പ്രതിക്ക് വിധിച്ച ശിക്ഷ എന്താണ്, ആ പ്രതി ഒരു ജാമ്യത്തിന് അർഹനാണോ, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അപ്പീൽ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. അതുപോലെ ജനതാൽപര്യം, ഒരു പ്രതിക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന സ്വാധീനം, ഇമ്പാക്റ്റ് എന്താണ്, അതുപോലെ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ ഉള്ള വിശ്വാസം സംരക്ഷിക്കേണ്ട ബാധ്യത, ഇതൊക്കെ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ഒരു അപ്പീൽ കോടതി ഇത്തരം ഒരു കേസിൽ ജാമ്യം അനുവദിക്കൂ. അല്ലാതെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പോലെ പ്രഥമ ദൃഷ്ട്യാ അല്ല. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ 17ാമത്തെ ഖണ്ഡികയിൽ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ കീഴ്ക്കോടതി ഉത്തരവിലൂടെയും ഹാജരാക്കിയ മറ്റ് രേഖകളിലൂടെയും ശ്രദ്ധാപൂർവം കടന്നുപോയി എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറയുന്നു. അതിജീവിത വളരെ വിശദമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ക്രോസ് വിസ്താര സമയത്ത് പ്രതിയുടെ അഭിഭാഷകൻ അതിൽ പല വിധത്തിലുമുള്ള അനവധിയായ കോൺട്രഡിക്ഷൻസ് കണ്ടെത്തി എന്നും അതുപോലെ തന്നെ അതിജീവിത ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല പിന്നീട് പറഞ്ഞതെന്നും വളരെയധികം കാര്യങ്ങൾ
മാറ്റിപ്പറഞ്ഞതായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രാഥമികമായ വിലയിരുത്തലിൽ അതിജീവിത സ്ഥിരത ഇല്ലാത്തതും അതിശയോക്തി കലർന്നതും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതും സാങ്കല്പികവുമായ മൊഴിയാണ് നൽകിയത് എന്ന് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത്. കൂടാതെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ടോയ്ലറ്റ് ക്ലാസ് റൂമുകൾക്ക് വളരെ അടുത്താണെന്നും കൂടാതെ ഈ സ്കൂൾ തന്നെ സ്ഥിതി ചെയ്യുന്നത് വളരെ ചെറിയ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണെന്നും കോടതി പറയുന്നു. പിന്നെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ ആദ്യത്തെ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയത് ഒരു ഡോക്ടർ വസുമതിയായിരുന്നു. അവരുടെ റിപ്പോർട്ടിൽ ഈ കുട്ടിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക അതിക്രമം നടന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് യാതൊരു പരാമർശവും ഇല്ല. അടുത്ത രണ്ടാമത്തെ റിപ്പോർട്ട് നൽകിയത് ഒരു ഡോക്ടർ പൂർണിമയാണ്. അവർ പറഞ്ഞത് ഈ കുട്ടിയുടെ കന്യാചർമ്മത്തിൽ 3 o'clock പൊസിഷനിൽ ഒരു ചെറിയ മുറിവുണ്ട് എന്നാണ്. എന്നാൽ കോടതി മുമ്പാകെ ക്രോസ് വിസ്താര സമയത്ത് അവർ പറഞ്ഞത് ഈ കുട്ടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ ഈ വിരൽ കൊണ്ട് ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ട് വേണമെങ്കിലും അത്തരത്തിലുള്ള ഒരു മുറിവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഈ കാര്യമാണ് കോടതി എടുത്ത് പറയുന്നത്. കേസന്വേഷണം 3 വിവിധ ഏജൻസികളാണ് നടത്തിയതെന്നും ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണത്തിൽ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചിട്ട് വിപരീതമായ കണ്ടെത്തലുകളാണ് നടന്നത് എന്നും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നും കോടതി പറയുന്നു. പ്രതി നല്ല മെറിറ്റുള്ള ഒരു കേസാണ് പ്രസന്റ് ചെയ്തത് എന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ വാദങ്ങൾ കഴമ്പുള്ളതാണെന്നും അത് കോടതിയെ ജാമ്യം നൽകാൻ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിതർ ആക്കുന്നു എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. പ്രതി നിരപരാധിയാണെന്ന് അന്തിമമായി പറയാൻ ഒരു ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ കഴിയില്ല എന്നും എങ്കിലും പ്രതി വളരെ വാദയോഗ്യമായ ഒരു കേസാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല എന്നും കോടതി പറയുന്നു. ട്രയൽ കോടതി ഉത്തരവിൽ പല അപാകതകളും ഉണ്ടെന്നും ആ അപാകതകൾ ട്രയൽ കോടതി ഉത്തരവിനെ തെറ്റുള്ളതാക്കി മാറ്റുന്നു എന്നും കോടതി പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പത്മരാജന് ജാമ്യം നൽകാനുള്ള കാരണമായി കോടതി അതിൻ്റെ ഉത്തരവിൽ എടുത്തു പറയുന്നത്. ഇതിനെയാണ് പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു കണ്ടെത്തലെന്നും അതൊരു കണ്ടെത്തൽ അല്ല എന്നും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതിനകം തന്നെ 70,000-ൽ പരം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അവരൊക്കെ തന്നെയും തെറ്റിദ്ധരിക്കപ്പെടാനാണ് സാധ്യത. ഇത്തരം കേസുകളിൽ അപൂർവമായി മാത്രമേ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അപ്പീൽ കോടതികൾ ജാമ്യം അനുവദിക്കാറുള്ളൂ. ആ ജാമ്യം കിട്ടുക എന്നത് വളരെ ദുഷ്കരമാണ്. അതിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ തെറ്റുകൾ ഉണ്ടെന്ന് അപ്പീൽ കോടതിക്ക് ബോധ്യം ഉണ്ടാകണം. അവ എന്താണെന്ന് ആ ഉത്തരവിൽ എടുത്തു പറയുകയും വേണം. അപ്പോൾ അതൊക്കെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചെയ്തത്. അതുകൊണ്ട് ജയശങ്കരൻ വക്കീലെ ആഘോഷ കമ്മിറ്റിക്കാരായ ഞങ്ങൾക്ക് തൽക്കാലം അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട കോടതി പത്മരാജന് ജാമ്യം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് ടെക്നിക്കലി സാങ്കേതികമായി ശരിയാണ് എങ്കിലും തത്വത്തിൽ ഈ ഉത്തരവ് വായിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തത്വത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പത്മരാജനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നു തന്നെയാണ്. അപ്പോൾ അത് പറയാനുള്ള ധൈര്യം ജയശങ്കരൻ വക്കീലിന് പോരാ. പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും തന്നെ എന്ത് അഭിപ്രായവും പറയാമെങ്കിൽ തന്നെയും മലയാളികൾ ജയശങ്കരൻ വക്കീലിൽ നിന്നും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ നമ്മളുടെ മാപ്രകളുടെ നിഷ്പക്ഷത എന്താണെന്നുള്ള കാര്യവും നമുക്ക് ഏവർക്കും തന്നെ അറിയാമെന്നുള്ളതും ആണ്. അതിനാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ പരിശോധനകളും ശ്രദ്ധാപൂർവം നടത്തിയതിനു ശേഷം തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പത്മരാജൻ ജാമ്യത്തിന് അർഹനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സാങ്കേതികമായി ജാമ്യം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് എങ്കിലും തത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പത്മരാജനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ ട്രയൽ കോടതി മുമ്പാകെ പത്മരാജനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോക്സോ നിയമപ്രകാരം ഈ അതിജീവിതയുടെ മൊഴി വിശ്വാസയോഗ്യം ആണെങ്കിൽ, അതിജീവിത ഒരു സ്റ്റേർലിംഗ് വിറ്റ്നസ് ആണെങ്കിൽ ആ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ വേണമെങ്കിലും പ്രതിയെ ശിക്ഷിക്കാം. എന്നാൽ ഇവിടെ അതിജീവിതയുടെ മൊഴിയിൽ 128 വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് കോടതി അവളെ ഒരു സ്റ്റേർലിംഗ് വിറ്റ്നസ്സായി കണക്കാക്കിക്കൊണ്ടാണ് പത്മരാജനെ ശിക്ഷിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി അതേ മൊഴിയുടെ കടക്കലാണ് ഇപ്പോൾ കത്തി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ജയശങ്കർ സാർ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.